ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ആദ്യമായിട്ട് ഇത്രയും പേരുടെ മുന്നിൽ മൈക്കൊക്കെ പിടിച്ച് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി നിൽക്കുന്നത് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ ഈശോയോട് പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. ഈശോയെ, നിന്നെക്കുറിച്ച് പറയാൻ വേണ്ടി ഞാൻ ഇവരുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നേക്കുന്നത്. എനിക്കിവിടെ എന്തെങ്കിലും തെറ്റോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് നിനക്കാ നാണക്കേട്, എല്ലാം നീ നോക്കിക്കോണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഈശോയുടെ സ്നേഹം ഞാൻ എങ്ങനെ അനുഭവിക്കുന്നുവെന്നും എൻ്റെ ഈശോയെ ഞാൻ എങ്ങനെ സ്നേഹിക്കുന്നുവെന്നും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പണ്ട് ഞാനിങ്ങനെയൊന്നും അല്ലായിരുന്നു. ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് പള്ളിയിൽ പോകും, പിന്നെ പ്രാർത്ഥിക്കേണ്ടതുകൊണ്ട് പ്രാർത്ഥിക്കും. കുഞ്ഞിലെ തൊട്ട് എന്നും പള്ളിയിലൊക്കെ പോകുമായിരുന്നു. പപ്പയും അമ്മയും പോകുമ്പോൾ അവരുടെ കൂടെ പോകും. അവർ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഈ ധ്യാനത്തിനൊന്നും പോകാനും ഇങ്ങനെ സ്തുതിക്കാനും ഉറക്കെ പ്രാർത്ഥിക്കാനൊന്നും എനിക്കിഷ്ടമല്ലായിരുന്നു. ഉറക്കെയൊക്കെ പ്രാർത്ഥിക്കുമ്പോഴത്തേനും ഞാൻ ഓർക്കും, എന്തിനീ ഉറക്കെയൊക്കെ പ്രാർത്ഥിക്കുന്നത്? പയ്യെ പ്രാർത്ഥിച്ച ദൈവം കേൾക്കത്തില്ലേ? പയ്യെ പ്രാർത്ഥിച്ചാൽ പോരെ. അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു. കൈ ഉയർത്തി പ്രാർത്ഥിക്കാനൊക്കെ ഇച്ചിരി ഇങ്ങനെ മടിയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു സാധാരണ ഒരു കൊച്ചായിരുന്നു ഞാൻ. അങ്ങനെയൊക്കെ ജീവിച്ചുകൊണ്ടിരുന്ന കാലത്താണ് കൊറോണ വന്ന് ഈ പള്ളിയൊക്കെ അങ്ങ് അടച്ചു പോയപ്പോഴാണ് ഞാൻ ഈ വിശുദ്ധ കുർബാനയുടെ ഒരു വില അങ്ങ് മനസ്സിലാക്കുന്നത്. എന്നും ഒരു റൂട്ടീൻ്റെ ഭാഗമായിട്ട് ഞാൻ പൊയ്ക്കൊണ്ടിരുന്ന കുർബാന, അതെനിക്ക് അതിൻ്റെ ഒരു വില ആ ഒരു സമയത്ത് മനസ്സിലായി. നഷ്ടമായ സമയത്ത് എനിക്കതിൻ്റെ ഒരു വില മനസ്സിലായി കേട്ടോ. പിന്നെ പള്ളികളൊക്കെ റീഓപ്പൺ ചെയ്യുന്ന ഒരു സമയത്ത് ഞാൻ ഒത്തിരി ആഗ്രഹത്തോടെ ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി, വിശുദ്ധ കുർബാനയെ സംബന്ധിക്കാൻ വേണ്ടി ഒത്തിരി ആഗ്രഹത്തോടെ കൊതിയോടെ ഇങ്ങനെ പോകാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് +2 ഒക്കെ കഴിഞ്ഞ് ഞാൻ ഹോസ്റ്റലിലേക്ക് മാറുന്ന സമയത്താണ് പിന്നെ അവിടെ വേറൊരു മാറ്റം ഉണ്ടാകുന്നത്. ഈ പള്ളിയിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ ഈശോയോട് പറഞ്ഞായിരുന്നു, ഈശോ ഈ ഹോസ്റ്റലിൽ പോകുന്ന സമയത്ത് എനിക്ക് ഈ ഹോസ്റ്റലിൻ്റെ അടുത്ത് ഒരു പള്ളി ഈശോ കണ്ടുപിടിച്ച് തരണേ, അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നേ. അപ്പോൾ ഈശോ എനിക്ക് ഹോസ്റ്റലിൻ്റെ അടുത്തൊരു പള്ളിയാക്കി തന്നായിരുന്നു. അടുത്തെന്ന് പറയുമ്പോൾ ഭയങ്കര അടുത്ത്. അപ്പോൾ ഈ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് ഒരു ഭയങ്കര വിഷമമായിരുന്നേ. അപ്പോൾ ഞാൻ ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന വിഷമം ഉള്ളതുകൊണ്ടും പിന്നെ അവിടെ ചെന്നപ്പോൾ എനിക്ക് അങ്ങനെ ഫ്രണ്ട്സൊന്നും വേഗം ആയില്ലായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ് ആവാത്തതുകൊണ്ടും പിന്നെ സംസാരിക്കാൻ ആരുമില്ല, അങ്ങനെ കൂട്ടിനാരും ഇല്ലാത്തൊരു വിഷമവും വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന വിഷമവും എല്ലാം കൂടെ ഞാനിങ്ങനെ ഈ പള്ളിയിൽ പോയിട്ട് ഈ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ അങ്ങോട്ട് പ്രാർത്ഥിച്ചങ്ങ് തീർക്കുമായിരുന്നേ. അപ്പോൾ നമ്മൾ ഈ വിഷമിച്ച് നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴത്തേനും ഈ പ്രാർത്ഥനയ്ക്ക് ഈ പാട്ടുകൾക്കൊക്കെ ഒത്തിരി ഫീലാണ്, ഭയങ്കര ഫീലാണ്. അപ്പം ഞാനിങ്ങനെ ഫീൽ ചെയ്ത് ഇങ്ങനെ ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യായിരുന്നേ. പിന്നെ ഈ കൂട്ടുകാരൊന്നും ഇല്ലാത്തതുകൊണ്ട് സംസാരിക്കാനും എൻ്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ഞാനിങ്ങനെ പയ്യെ എൻ്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ഈശോയോട് തുടങ്ങി. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറയും, നടക്കുന്ന വഴി കൂടെയും ഇരിക്കുന്ന വഴി കൂടെയും ഇങ്ങനെ പയ്യെ ഈശോയോട് സംസാരിക്കാൻ തുടങ്ങി. കാരണം എന്തെങ്കിലും പറയണമെങ്കിൽ ആരുമില്ല, വീട്ടിലോട്ടാണെങ്കിൽ പോകണം തോന്നുന്നുണ്ട്, അത് പറ്റുന്നുമില്ല. ആകെപ്പാടെ ഒരു വിഷമം പിടിച്ച അവസ്ഥ. അങ്ങനെ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന വഴി കൂടെ ഹോസ്റ്റലിലേക്ക് വീട്ടിലേക്ക് ക്ലാസ്സിലേക്ക് പോകുമ്പോഴും ഒക്കെ ഇങ്ങനെ ഈശോയോട് ഇങ്ങനെ സംസാരിച്ച് നടക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഇച്ചിരി ലേശം പാട്ട് പാടും. അപ്പം ഞാനിങ്ങനെ പാട്ട് പാടി ഈശോയോട് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓരോ പാട്ടിലൂടെ എൻ്റെ ഓരോ കാര്യങ്ങളും ഞാനിങ്ങനെ ഈശോയോട് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഈശോയോട് പറയുമ്പോഴത്തേനും, എല്ലാ കാര്യം ഇങ്ങനെ ഈശോയോട് കൂടെ ചെയ്യുമ്പോഴത്തേനും എല്ലാം ഒത്തിരി ഈസിയാണ്. എല്ലാം ഭയങ്കര കുറച്ചും കൂടെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ എനിക്ക് സാധിക്കും. അങ്ങനെ ഞാനിപ്പോൾ ഈശോയോട് കൂടെ എല്ലാം ചെയ്യുമ്പോഴത്തേനും ഒരു കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഇപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ എനിക്കിപ്പോൾ ചായക്ക് മധുരമില്ലെന്ന് ഓർത്തു. അപ്പോൾ ഞാൻ ആരോട് കംപ്ലൈൻ്റ് ഒന്നും പറയത്തില്ല. ഞാൻ പറയും, ഈശോ ഈ ചായക്ക് മധുരമില്ലല്ലോ, എന്താ ഈ ചായക്ക് മധുരമില്ലാത്ത ചായ ആണല്ലോ, അങ്ങനെയൊക്കെ പറയും. ഞാൻ വേറെ ആരോടും അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും പറയത്തില്ല. അങ്ങനെ ഞാനും ഈശോയും അങ്ങനെ ഭയങ്കര കൂട്ടൊക്കെ കൂടി അങ്ങനെ ഈശോ ആയിട്ട് ആരും ഇല്ലാതിരുന്ന സമയത്ത് അങ്ങനെ ഈശോ ആയിട്ട് ഭയങ്കര കൂട്ടായി. വെളിപാടിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും. ആ ഒരു കാലഘട്ടത്തിലാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഈശോ എപ്പോഴും നമ്മുടെ വാതിലിൽ ഇങ്ങനെ മുട്ടുന്നുണ്ട്. നമ്മൾ ഈ ലോകത്തിലേക്കുള്ള വാതിൽ നമ്മളിങ്ങനെ തുറന്നിട്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കൂടെയുള്ള ഈശോയുടെ ആ ഒരു സാന്നിധ്യം, ആ ഒരു സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. ഞാൻ ഒറ്റയ്ക്കായപ്പോൾ ഈശോ മാത്രമേ ഉള്ളൂ, പിന്നെ സംസാരിക്കാൻ വേറെ ആരുമില്ല, ആശ്രയിക്കാൻ വേറെ ആരുമില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഈശോയുടെ അടുത്തേക്ക് തിരിഞ്ഞപ്പോഴത്തേനും ഈശോ എൻ്റെ വാതിലെ മുട്ടി. ഞാൻ ആ വാതിലങ്ങ് തുറന്നപ്പോഴത്തേനും ഈശോ എൻ്റെ അടുത്തേക്ക് വന്നു. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും. അങ്ങനെ ഈശോ എപ്പോഴും കൂടെ ഉണ്ടെന്നുള്ള കാര്യം എനിക്കിങ്ങനെ മനസ്സിലായി. പിന്നെ ഈശോ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച കാലത്ത് നമുക്ക് ജീവിക്കാൻ ഉള്ള ഒരു മാതൃക തന്നിട്ടാട്ടോ പോയേ. അപ്പോൾ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ ശിഷ്യന്മാർക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിക്കുന്നതാണ് ആ അധ്യായത്തിൽ കാണുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് എണ്ണി നോക്കിയപ്പോഴത്തേനും 30-ലധികം പ്രാവശ്യം ഈശോ
പിതാവായ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. 30-ലധികം, ഒരു അധ്യായത്തിൽ 30-ലധികം പ്രാവശ്യം ഈശോ അപ്പാ 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളും അങ്ങനെ ഈശോയെ എപ്പോഴും വിളിക്കാനും ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ സ്മരണയിലായിരിക്കാൻ വേണ്ടിയിട്ടും ഈശോ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് വന്നൊരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫുള്ളായിട്ട് പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് എന്നെ തന്നെ സറണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു സമയത്ത് പഠിച്ചേ. നമ്മളെല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് വിട്ടുകൊടുക്കുമ്പോഴത്തേനും ഈശോ നമ്മുടെ കൂടെ ചെയ്യുമല്ലോ. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളും സഹായിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ ഈശോയാണല്ലോ ഉള്ളത്. അപ്പം നമുക്ക് എല്ലാ കാര്യത്തിനും മുഴുവൻ ടെൻഷനില്ല, പകുതി ടെൻഷനേ ഉള്ളേ. പിന്നെ ഈശോയുടെ കൂടെ നമ്മളിങ്ങനെ അടുത്ത് ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോഴത്തേനും കൊച്ചു കൊച്ചു സഹനങ്ങളൊക്കെ ഈശോ ഇങ്ങനെ തരും. നമ്മൾ ഇട്ടേച്ച് പോവോ, ഈശോയുടെ കൂടെ എപ്പോഴും നിൽക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഈശോ തരുന്ന സഹനങ്ങളാട്ടോ. ഈ ഒരു പാട്ട് കേട്ടിട്ടില്ലേ? മുൾമുടി അണിഞ്ഞു കൊണ്ടീശോ മുഖത്തൊരു മുത്തം നൽകി, മുള്ളുകളിൻ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി, സ്നേഹത്തോടേകിയ മുത്തം വേദനയായി മാറിയപ്പോൾ ആ വേദനയ്ക്കൊരു പേരു നൽകി ഞാൻ. അതിൻ പേരല്ലോ സഹനം, അതിൻ പേരല്ലോ സഹനം. മുൾമുടി അണിഞ്ഞുകൊണ്ട് ഈശോ നമുക്കൊരു ഉമ്മ തരാൻ വേണ്ടി നോക്കുമ്പോഴത്തേനും ആ മുൾമുടി ചെറുതായിട്ട് മുള്ളു പോറുന്നതാണ് സഹനം. മുൾമുടി ആരാ വെച്ചു കൊടുത്തേ? നമ്മളല്ലേ ഈശോയ്ക്ക് മുൾമുടി വെച്ചു കൊടുത്തേ. ഈശോയ്ക്ക് നമുക്ക് എല്ലാം സറണ്ടർ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഓരോ കുഞ്ഞു കാര്യങ്ങളിലും ഈശോ ഭയങ്കര ശ്രദ്ധാലുവാണ് കേട്ടോ. ഓരോ നമ്മുടെ തലമുടിയെ കൊഴിയുന്നത് പോലും അതിൽ പോലും ശ്രദ്ധയുള്ള ഈശോ, അതൊക്കെ അറിയുന്ന ഈശോ, നമ്മുടെ എല്ലാ അലച്ചിലുകളും എണ്ണുന്ന ഈശോ, നമ്മുടെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിക്കുന്ന ഈശോ, ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ എല്ലാ കാര്യങ്ങളും ഈശോയിലേക്ക് ഇങ്ങനെ സമർപ്പിച്ചു കൊടുക്കുമ്പോഴത്തേനും എൻ്റെ ഈശോയെ, എൻ്റെ കർത്താവെ നീ അങ്ങ് നടത്ത്, ഒന്നും അറിയാത്ത പോലെ ഇങ്ങ് കൈ പിടിച്ചിട്ട് എൻ്റെ കർത്താവെ നീ അങ്ങ് നടത്ത്, അങ്ങനെ പറയുമ്പോഴത്തേനും ഭയങ്കര ഒരു സമാധാനം കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോഴത്തേനും ഈശോയുടെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇങ്ങനെ നിറയുവേ. പിന്നെ ഇങ്ങനെ ഈശോയെ അനുഭവിക്കാൻ പറ്റുന്നില്ല, ഈശോ എൻ്റെ അടുത്തുണ്ടോ, അങ്ങനെയൊക്കെ ഈശോയിലുള്ള സ്നേഹം കുറഞ്ഞു പോയോ, ഈശോ ഇങ്ങനെ ശ്രദ്ധിക്കാതെ ആയോ, അങ്ങനെയൊക്കെ തോന്നുമ്പോഴത്തേനും ഞാനൊരു സുഹൃദേവം ചെല്ലുവേ. നല്ലൊരു സുഹൃദേവ പറഞ്ഞു തരാവേ. എൻ്റെ ഈശോയെ എൻ്റെ ജീവനേക്കാളും ഈ ലോകത്തേക്കാളും ഉപരിയായി ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. കണ്ണടച്ചിങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും മൊത്തമായിട്ട് വിട്ടുകൊടുത്തല്ലോ, ഒരു കൊച്ചിനെ പോലെ. എൻ്റെ കയ്യിലൊന്നുമില്ല തമ്പുരാനെ, എനിക്കുള്ളതെല്ലാം നിനക്ക് തന്നേക്കുക, എല്ലാം നീ അങ്ങ് ഏറ്റെടുത്ത് നടത്തിക്കോണേ. അങ്ങനെ അത്രയും വിട്ടുകൊടുക്കുമ്പോഴത്തേനും ബാക്കി എല്ലാ കാര്യങ്ങളും ഈശോ ഏറ്റെടുക്കും കേട്ടോ. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഈശോ ഇത്ര ആഴത്തിലറിയാൻ വേണ്ടിയിട്ടും ഇത്ര സ്നേഹിക്കാൻ വേണ്ടിയിട്ടും എന്നെ സഹായിച്ച മൂന്നാമത്തെ കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ്, വേറൊന്നുമല്ല, വിശുദ്ധ കുർബാന. ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണല്ലോ വിശുദ്ധ കുർബാന. എൻ്റെ ഈശോയെ ഞാൻ സ്നേഹിക്കുന്നതും അടുത്തറിയുന്നതും മനസ്സിലാക്കുന്നതും അനുഭവിക്കുന്നതും വിശുദ്ധ കുർബാനയിലൂടെയാണ്. അമ്മ ത്രേസ്യ ഒരു ദിവസം ഇങ്ങനെ മുറിയിലിരിക്കുമ്പോൾ ദൈവസ്നേഹം കൊണ്ട് ഇങ്ങനെ ചങ്ക് പൊട്ടുക. അപ്പോൾ അമ്മ ത്രേസ്യ ഈശോയോട് ചോദിച്ചു, എൻ്റെ ഈശോയെ ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പോൾ ഈശോ അമ്മ ത്രേസ്യയോട് പറഞ്ഞു, നീ പോയിട്ടൊരു വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുക. എൻ്റെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ കൂട്ടായിരിക്കാൻ വേണ്ടിയിട്ട് ഈശോ സ്വന്തം മുറിച്ചു തരുന്ന കൂദാശയാണല്ലോ വിശുദ്ധ കുർബാന. വില കൊടുത്ത് നമുക്ക് ഓരോ വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കാവേ. നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടി എടുത്തു വെക്കുന്ന ഓരോ സ്റ്റെപ്പിനും വലിയ വിലയുണ്ട്. അതിനൊക്കെ സ്വർഗം വില കൽപ്പിക്കുന്നുണ്ട്. ത്യാഗങ്ങൾക്ക് സഹിച്ച് ഒരു ദിവസം പോലും വിശുദ്ധ കുർബാനയിൽ മുടങ്ങാതെ സംബന്ധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാവേ. സ്വർഗം മുഴുവൻ മാതാവും മാലാഖമാരും സകല വിശുദ്ധരും അണിനിരക്കുന്ന ആ ആൾത്താരയിൽ വന്ന് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ സാധിക്കുക, അവിടെ ചെന്നൊന്ന് നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ. മനുഷ്യൻ്റെ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ മീറ്റ് ചെയ്തില്ലെങ്കിൽ അവരുടെ സ്നേഹത്തിനൊക്കെ കുറവ് സംഭവിക്കും. ഏത് മനുഷ്യനാണെങ്കിലും അങ്ങനെ. പക്ഷേ ഈശോയുടെ സ്നേഹത്തിന്
ഒരു എക്സ്പെക്റ്റേഷനും ഇല്ല കേട്ടോ. ഈശോ അങ്ങനെ സ്നേഹിക്കണമെന്നോ ഇങ്ങനെ ചെയ്യണമെന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല. ഈശോയുടെ സ്നേഹം അതിരുകളില്ലാത്ത സ്നേഹം. അമ്മയെ പോലെ സ്നേഹിക്കുന്ന ദൈവം, കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മളെ കാത്തു സംരക്ഷിക്കുന്ന ദൈവം, ഉള്ളം കയ്യിൽ നമ്മളെ കൊണ്ട് നടക്കുന്ന പൊന്നു തമ്പുരാൻ. കണ്ണിൻ മണി പോൽ എന്നെ കരുതും, ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും, തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമേകും യേശുവേ. 7 കൂദാശകളിൽ 6 പാപമോചനവും ദൈവിക ജീവനും തരുമ്പോൾ വിശുദ്ധ കുർബാന എന്ന കൂദാശയിലൂടെ ഈശോയെ തന്നെ മുറിച്ചു തരുക. ദൈവം മനുഷ്യന് ഭക്ഷണമായി മാറുന്ന കൂദാശയാണല്ലോ വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയിലെ ഓരോ പ്രാർത്ഥനകളിലും ഇറ്റിറ്റ് വീഴുന്നത് ഈശോയുടെ സ്നേഹമാണ്. ഓരോ പ്രാർത്ഥനയും അർത്ഥമറിഞ്ഞ് കൂടിക്കഴിഞ്ഞാൽ കൂടുന്ന സമയത്ത് അനുഭവിക്കാൻ പറ്റുന്നത് പോലെ ഈശോയുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്ന വേറൊരു സമയമില്ല കേട്ടോ. ഈശോയുടെ സ്നേഹത്തിന് ഒരു മാനദണ്ഡങ്ങളും ഇല്ല. പാപിയാണോ സാരമില്ല, 100 എണ്ണം ഉള്ളതിൽ നഷ്ടപ്പെട്ട ഒരെണ്ണത്തിന് തേടി വരുന്നതാണ് നമ്മുടെ തമ്പുരാൻ. കുറവുകളൊക്കെ ഉണ്ടോ? സാരമില്ല, നമ്മുടെ എല്ലാ കുറവുകളെയും നിറവുകളാക്കി മാറ്റുന്നവനാണ് നമ്മുടെ പൊന്നു തമ്പുരാൻ. ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാൻ ശ്രമിച്ചിട്ടും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലേ? സാരമില്ല, ഹൃദയങ്ങളെ അറിയുന്നവനാണ് നമ്മുടെ പൊന്നു തമ്പുരാൻ. ഇനി ജീവിതം മൊത്തം നാശമായോ, എല്ലാം ഒരു ഹോപ്പും ഇല്ലാതെ എല്ലാം നശിച്ചിരിക്കുവാണോ? സാരമില്ല, ഈ അൾത്താരെ ഇരിക്കുന്ന ഈ കുഞ്ഞപ്പത്തിനുണ്ടല്ലോ എല്ലാത്തിനോടും ഉത്തരവുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: വിളിക്കും മുമ്പേ ഞാൻ അവൻ ഉത്തരമരുളും, പ്രാർത്ഥിച്ച് തീരും മുമ്പേ അത് ഞാൻ കേൾക്കും. വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഞാൻ അത് കേൾക്കും. എന്നോടുള്ള സ്നേഹത്തെ പ്രതി എൻ്റെ ശാപങ്ങളും എൻ്റെ പാപങ്ങളും എല്ലാം ഏറ്റെടുത്ത എൻ്റെ പൊന്നു തമ്പുരാൻ. ദൈവമായിരുന്നിട്ട് പോലും ഈ ഡാനിയേലച്ചനൊക്കെ പറയുന്ന പോലെ സർവാധിപൻ, സർവശക്തൻ, തുനതനായ ദൈവമായിരുന്നിട്ട് പോലും സ്വർഗം പൊട്ടിച്ച് എനിക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന എൻ്റെ പൊന്നു തമ്പുരാൻ. ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അങ്ങേയറ്റം സഹിച്ച് അടിയും തുപ്പും എല്ലാം കൊണ്ടും അവസാനത്തുള്ളി രക്തം പോലും എനിക്ക് വേണ്ടി ഒഴുക്കിയ എൻ്റെ പൊന്നു തമ്പുരാൻ. നിയമാവർത്തനം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നമ്മുടെ പൊന്നു തമ്പുരാൻ നമ്മളെ അന്വേഷിച്ച്, പാപികളായ വെറും പൊടിക്ക് സമാനമായി നമ്മളെ അന്വേഷിച്ചിട്ട് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരുക. ഈ ഒരു സ്നേഹത്തിന് പകരം കൊടുക്കാൻ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ, ജീവനേ സ്നേഹമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്നേഹമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ ദൈവമായിട്ടുള്ള ഒരു സ്നേഹബന്ധമാണ്, ഒരു ലവ് റിലേഷൻഷിപ്പ്, ഈശോയായിട്ടുള്ള ഒരു സ്നേഹബന്ധം. വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ സ്വീകരിച്ച് ഈശോയുടെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ഇങ്ങനെ നിറയ്ക്കാവേ, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നിറച്ച് അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാവേ. ഈശോയുടെ സ്നേഹം കൊണ്ട് ഈ ലോകം മുഴുവൻ നമുക്ക് നേടാവേ. സ്ലീഹന്മാരിലും രക്തസാക്ഷികളിലും വിശുദ്ധരിലും ഒക്കെ കത്തിയെരിഞ്ഞുകൊണ്ടിരുന്ന ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലും നിറയ്ക്കാവേ.
അങ്ങനെ ഈ ലോകം മുഴുവൻ നമുക്ക് നേടാവേ. ആദിമ ക്രൈസ്തവ സഭാ സമൂഹത്തിലുണ്ടായിരുന്നത് പോലെ, അല്ലെങ്കിൽ അതിലും അധികമായിട്ട് ഇനി വരുന്ന ഈ ഒരു ഞെരുക്കത്തിൻ്റെ കാലത്ത് അതിലും അധികം തീക്ഷ്ണതയുള്ള, ഈശോയുടെ സ്നേഹത്താൽ കത്തിയെറിയുന്ന ഒത്തിരി ആത്മാക്കൾ, വിശുദ്ധരായ ആത്മാക്കൾ ഇനി നമ്മുടെ ഇടയിൽ നിന്നും ഉണ്ടായി വരട്ടെ. പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ.